സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ
സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
Amen.
saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. Through many dangers, toils, and snares, we have already come. 'Twas grace that brought us safe thus far, and grace will lead us home. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. Was grace that taught my heart to fear, and grace my fears relieved. How precious did that grace appear, the hour I first believed. Amazing grace, how sweet the sound that saved a wretch like me. ബഹുമാനപ്പെട്ട കൂടുതൽ ജെയിംസ് അച്ഛൻ ഇപ്പോൾ ഓഫീസിലേക്ക് പരിപാടി ചെയ്യുന്നതായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ശ്രമിക്കും പറ്റുന്നത് കേട്ടു. മനുഷ്യരെ വേർപ്പിക്കുന്നവരെ തിരുനാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പ്രേരിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കരുണയുമ്പോൾ കരുണയുടെ ഉത്തരമേ നല്ലവർക്കു വരം പാകേ. ആരാധിച്ചു വണങ്ങുന്നു, അതുതാ ഞങ്ങൾക്കു
പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭഗവത്തിനെ ഞാൻ വിളിക്കുന്നു, മനുഷ്യരെ അർപ്പിക്കുന്നു, എന്റെ സ്തുതി. പ്രാർത്ഥിക്കാതെ നമുക്ക് സമാധാനം. സജീവമായ ശബ്ദത്താൽ ആസനയോർജകത്തായ ആ ശബ്ദമഗ്നിയുമായ വിധിയുടെ ദിവസത്തു നിന്റെ ദാസ്യാനമേ നീ വിളിക്കുകയും നിന്റെ വലത്തുവാത്മത്തെയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കർണവനും നീതിമാനുമായ വിധികർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. കർത്താവേ, മത്സരനാവുകം ജീവിക്കണമേ. ജീവിക്കുന്നവരെ ആപൂലം പരിപാലിക്കണമേ. ഉദ്ധാരണ പ്രദേശം പറഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മനുഷ്യവശരായി കരുതുന്നവർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തോളം നിന്റെ ദുഃഖപ്പെട്ടവർക്കായി ലോകാനന്ദത്തിനെ സത്യമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരി മറിയാമ്മയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Monsignor Bellier, I spoke to him 2 days ago, and I told him that I will be saying a few words not only with his family, but also the family of my son. Annama Mathathil is the sister of Monsignor Bellier. Bellier and I studied in Rome over 50 years ago. He was ordained before, and I was ordained in 63. He was ordained a few years before. We gathered here today for Animus Week service. She is one of the 10 children in her family, and only 3 remains now. All the rest died. She had 11 children, and unfortunately one died. They lived from in Kotapala, and then changed number of places, and finally came to the United States and lived in Chicago. Florida went to her son Alex Mathathil. Then San Jose with the others. And lastly with Jamie Mathathil and his wife, Jesse, who is the daughter of Eleanor and Abraham. Jesse and Jamie took care of Anama for the last some time. I think it was 2 years, roughly 1 year. Okay, 1 year. And all the others had their time, but they all took care of her and Daddy and Mom. But the Jamie and Jesse were wonderful of taking care at the last. And they were very good. And Mama was a great mother
to all her children and brought them up spiritually. And Amma was very generous in helping others in every way possible. She was also very religious and brought her children up to the same way. She will be in heaven looking down on us. I would like all those who have been part of her life, especially Abraham, her husband. He is going to miss her forever until he dies, and he will join her in heaven. Abraham, her husband, her children and grandchildren, and to all follow in her path. I would like also to thank all those that came today and is joining in this gathering of the wake service and tomorrow the funeral. My dear brothers and sisters, you know, these Millian families and multiple families I have known, and I have so many of them known, but I haven't stayed with them too much anyhow because I was traveling too many different places, you know, because 50 years of my life I had to go around. I was in different places. I was in the United States in Navy as a chaplain. We all studied both myself and what do you call your brother. I said, Monsignor, we were together there for a long time. That friendship we continue up to now and will remain until our death. So all those 10 children and others who are here, I want to say they haven't. You did what they wanted you to do. Meaning they now take care of Abraham. He lost his wife, and I'm sure the children and the grandchildren will take care of them. And I also want to say a special thanks to David and Jesse, because towards the end, for some time, they had to take care of God and they loved. And Jamie, always, and her husband, his wife, have been always good to them. Now, we will continue to help that. So, you know, it's tough because we are all living in different parts of the world. Everyone is scattered all over the world, and that is the reason why it's very important that not only through prayers, but also through our calls and through praise. And this is what we can do. Because you see, you don't have to worry about her, she's in the safe place. There is no reason why we have to be worried because her life was absolutely fabulous. She was very faithful to Christ and his teachings and did everything according to and took care of the 10 children. You know, those who have got children, they know how hard it is to take care of 10 children and making them happy. And so all those children will now take care of the Father and pray for her. Because she, like everybody else, will have to pass from this world to the next. My dear brothers and sisters, I'm happy to have known those Berean families. So the sister Marcin, so already here and singing Obis. And he was so much wonderful. He was absolutely very educated. And so the reason I'm saying is that keep them in prayers
and take care of the rest of the children and be good to one another. And may bless each and every one of us. And that's what we talk for 6, 7 minutes or whatever it is that we set out. God bless you all. Thank you for coming. I kept the family, your family, the young family, and others very much to the families because my mother. He has taken care of the mom and dad for some time, as I said, at different places, different people, sons and daughters, and they are all good. But now it's come back a little closer to this Florida itself. I live in Florida, so it's not so far away from me. I don't want to take too much because that's the time allowed for me. May God Almighty bless you, and I keep all of you in my prayers. And I will not be here tomorrow because I'm supposed to be on that plane. I didn't come for that or I didn't come for anything else, but I was going around to visit my own family. But these are important because I had to come, I had to see, and I wanted to not have it. So may God bless each of you. Thank you all for coming to. It is appreciated. Another way I said, you told me to tell you, and personally, because I keep that I came up here, and I would miss it for anything. God bless you, and I'm going to okay. Tomorrow, I said, I offered the Mass today for him. I offered the Mass yesterday. So it is so important that I have been praying for him and for us also. Uncle, and always marvelous man. And we have, of course, the other father that is collaborators and myself, we were together in 50 years. Thank you. അമ്മച്ചിയുടെ ഭാരത മക്കളുടെ പ്രതിനിധിയായി അലക്സ് മാറ്റത്തരും. ഞാൻ അമ്മച്ചിയെ പറ്റി എൻ്റെ ഓർമ്മകൾ ചേർന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ 11 മക്കളിൽ 4ാമത്തെ ആളാണ് ഞാൻ. ആൺമക്കളിൽ 2ാമത്തെ ആൾ. ഞാൻ ഫ്ലോറിഡയായിരുന്നു, എൻ്റെ ഭാര്യ ഉണ്ട്. അമ്മച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 73 വർഷമായി. ഈ 73 വർഷത്തിൽ കഴിഞ്ഞ ഒരു 45 വർഷം, വിവാഹം കഴിഞ്ഞ ശേഷമുള്ള 45 വർഷം അമ്മ അങ്ങേയറ്റം ഉറങ്ങിയിരിക്കുന്നത് 4 മണിക്കൂർ, മാക്സിമം വന്നാൽ 5 മണിക്കൂർ. അതിൽ കൂടുതൽ ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. 11 മണി 12 മണി വരെ അമ്മ ഭയങ്കര ബിസിയായി. ആ 4 മണിക്കൂർ കൊണ്ട് ഒരിക്കലും ഉറങ്ങിയതുകൊണ്ട് ഒരിക്കലും അമ്മ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ അല്ലെ എനിക്ക് 2 പിള്ളേർ എന്തുപോലെ കേട്ടോ, ഈ 11 പിള്ളേരെ വളർത്തി 4 മണിക്കൂർ ഉറങ്ങി ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ 45 വർഷം ആരോടും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ ചെയ്തത്. ഈ എൻ്റെ അമ്മ എല്ലാവരും പറയുന്നത് പോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മ, ഞങ്ങളുടെ അമ്മയൊരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മ വളരെ ഈസിയായി മാനേജ് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് ഏൽക്കുന്നത് തന്നെ ലേറ്റ് ആയിട്ടാണ് എഴുതിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 4:45 ഏറ്റാലേ ഉള്ളൂ ഈ 11 പേരുടെയും കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നു. അച്ഛന് 7:45 ജോലിക്ക് പോകണം. 8 മണിക്ക് എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ്, ചോറ്, ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകാറുണ്ട്. എല്ലാവരുടെയും ലഞ്ച് എല്ലാം റെഡിയാക്കണം. ഇതിനിടയ്ക്ക് പശുവിനെ കറക്കണം. ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, നിങ്ങൾ പറയുന്ന എല്ലാ സാധനവും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചിലപ്പം പറമ്പിലൊരു പണിക്കാരനുണ്ട്. ഇതെല്ലാം നടത്തണം.
അങ്ങനെ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞ ശേഷം വേണം പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെടുത്തും അടുത്ത ഉച്ചയ്ക്കുള്ളത് ഇത് ചെയ്യണം. വീണ്ടും വൈകുന്നേരം എല്ലാവരും സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ ബിസിയായി 11:30 അങ്ങേറ്റം 12 എങ്കിലും ആകാതെ കാര്യങ്ങളൊക്കെ ഇരുന്ന് വീണ്ടും ഇതായിരുന്നു അമ്മയുടെ ജീവിതം. അമ്മ നല്ലൊരു ഫൈനാൻഷ്യൽ ഓഫീസറാണ്. ഞാനിപ്പോൾ നിങ്ങളെ ഒരു വിജയം പറയാനില്ല. അമ്മയ്ക്ക് ഒരുപാട് വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും അമ്മയ്ക്ക് കണക്കിന് നല്ല പിടിയാണ്. അമ്മയെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമെന്നുള്ള കാര്യമല്ല. ഈ സാധാരണ ഇപ്പൊ 37 പൈസ ഒരു മുട്ടയ്ക്ക് 12 മുട്ട കൊടുത്തു. അതിന് എത്രയാന്ന് ചോദിച്ചാല് ഇപ്പൊ എന്റെ അനിയും പേരും ഇവിടെയുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യും 10 പൈസ അല്ലെങ്കിൽ 20 പൈസ അത്തി തന്നെ എടുക്കും. വീട്ടിൽ വരുമ്പോ അമ്മ പിടിക്കും കാണണം. എടാ ഇത് ഇത്രയും കണ്ടപ്പോഴണം. അപ്പൊ അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാല് അതിപ്പോ അമ്മ കണക്കൂട്ടി ശരിയായില്ല. അമ്മ സെക്കൻഡ് കൊണ്ട് കണക്കൂട്ടി പറയട്ടെ ഇത് കുറവാണല്ലോ. അങ്ങനെ അവൻ പറയുന്നത് മട്ടയ്ക്ക് 37 പൈസ ഇല്ലെന്നേ, ഇപ്പൊ 30 പൈസ കൊടുത്തു. എടാ അങ്ങനെയാണ് പൈസ കൂടുതലാണല്ലോ. അതെനിക്കറിയാമല്ലോ. ഇതല്ലാതെ വേറെ പറയാം. അപ്പൊ ഞാനൊക്കെ പിന്നെ അങ്ങനെയാ പക്ഷേ ഞാനൊക്കെ കണക്ക് ശരിക്കും ചെറുപ്പത്തിൽ പഠിച്ചതിന്റെ കാരണം എന്ന് വെച്ചാൽ 20 പൈസ എടുക്കണമെങ്കിൽ 10 പൈസയെങ്കിലും എടുക്കണമെങ്കിൽ അത് ശരിക്കും കണക്കൂട്ടി എടുത്ത് 1 പൈസ കൂടാൻ പാടില്ല, 1 പൈസ കുറയാൻ പാടില്ല. അങ്ങനെ എടുത്താൽ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ പിടിക്കും. ഒരു സംശയം അത് കണക്കെന്ന് പറഞ്ഞാൽ നിമിഷം വെച്ചു പൈറ്റ് മുക്കാൽ 2 പൈറ്റിക്കറ്റ് 2 ഇതിലും പറഞ്ഞ ശരിയാ, വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഒരു രൂപത്തിൽ അവിടെ നിന്ന് പൈസ എടുക്കാന്ന് പറഞ്ഞാൽ വളരെ കരുതലാണ്. പിന്നെ ഞാൻ അന്വേഷണത്ത് പറയുന്നതിന് കാരണം നിങ്ങൾക്കൊക്കെ ഒരു വിഷയം അറിയാം. ഞാൻ പറയുന്ന ഇപ്പോഴത്തെ കാലത്ത് ഒരു 50 വർഷം മുമ്പത്തെ കാര്യം. രാവിലെ 8 മണി 7:30 അടുക്കളയിലെ ഒരുമാതിരി വെള്ളത്തിന്റെ ഇടയ്ക്കാണ് വരുന്നത്. 400 പേജിന്റെ 4 വരെയിട്ട ബുക്ക് 18 എണ്ണം. കാരണം എല്ലാവർക്കും വേണം ബുക്കുകൾ. പിന്നെ 120 പേജിന്റെ 2 വരെ ഇട്ടത്, ഒറ്റ വരെ ഇട്ടത്, വരയിടാത്തത്, ഇത് എല്ലാവരുടെയും കണക്കൂട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോ പറഞ്ഞാൽ ബോധപ്പെട്ടു. ഇതൊന്നും കൂടാതെ ഉള്ളത് കൊണ്ട് എല്ലാം ഇത് ചെയ്ത് എല്ലാം. പിന്നെ കോട, പിന്നെ പിള്ളേർക്കുള്ള ഡ്രസ്സ്, ഇതെല്ലാം ഒരുപാട് സമ്പാദ്യങ്ങളൊന്നുമില്ല. ആ പടയപ്പോ എന്റെ ഓർമ്മ പറഞ്ഞ 100 നല്ല തേങ്ങ, 20 വാടക, 4 പേട്, ഇതാണ് നമുക്ക് ആ പടം ഉള്ളത്. ഇത് പിന്നെ കൊച്ചിരി കപ്പ, ഇത് നല്ല ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. ഇതുകൊണ്ട് ഉള്ളത് കൊണ്ട് എല്ലാം വളരെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ ഈസി ആയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്തു. ഇനി ഞങ്ങളുടെ അമ്മ നമ്മുടെ പഴഞ്ചൊല്ല് പറയുന്ന പോലെ ചൊല്ലും ചോറ് ആവശ്യത്തിന് അടി എല്ലാവർക്കും കൊടുക്കുന്നു. അടി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയെപ്പറ്റി പറയണമെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഈ ഇവിടെ ഇപ്പോൾ ചേട്ടൻ ജോലിച്ചേട്ടൻ ഞാനുമായിട്ട് ഒരു പണിയില്ല. ചുമ്മാ പുറത്ത് മഴയാ, വേറെ പുറത്തിറങ്ങി കളിക്കാൻ. അപ്പൊ പിന്നെ ചുമ്മാ എന്തെങ്കിലും പുള്ളി ഇച്ചിരി പോയിട്ട് പിന്നെ ഞാൻ ചെന്നിട്ട് ചോദിച്ചു ചേട്ടൻ മൂക്കലൊന്നുള്ളതാണ്. പുള്ളി ആദ്യം ഒന്നും തൊടിയത്. ഞാൻ ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി എന്റെ മൂക്കലൊന്നും മൂക്കൽ തൊട്ടിട്ട് വേണം എനിക്ക് നടിക്കാൻ. അപ്പൊ ഞാൻ അടിക്കും, പുള്ളി തിരിച്ചു കഴിക്കും. പിന്നെ ഞാൻ ഒട്ടിപ്പിടുത്തായി. അപ്പൊ അടുക്കളയിൽ അമ്മ ഭയങ്കര ബിസിയാണ്. ഇതിവിടെ മൂത്ത് കഴിയുമ്പോൾ അപ്പൊ ഞങ്ങളിങ്ങനെ ഒട്ടിപ്പിടുത്ത് മൂത്ത് കഴിയുമ്പോൾ ഒരു വടി എടുക്കുന്നത് ഓടി ഇങ്ങോട്ട് വരിക. ആദ്യം കിട്ടുന്നവരായിട്ട് 2 അടി, പിന്നത്തവരായിട്ട് 3 അടി. പിന്നെ ചുമ്മാ ആരെങ്കിലും കൂടെ പിള്ളേരൊക്കെ അവിടെ നോക്കിയിരിക്കുന്നു. ഞങ്ങൾ കുട്ടികൾ ആ പോണം പോക്കിന് അവരുടെ 2 കൊടുത്തു. പെട്ടെന്ന് കേസ് ക്ലോസ് ചെയ്തു പോയി. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ കേസൊക്കെ വളരെ എളുപ്പം തരും. ഈ നാട്ടിലെ തന്നെ പറഞ്ഞു പോലീസുകാരുടെ കാര്യം പറഞ്ഞത് കൈ കിട്ടിയ അടി ഉറപ്പാണ്. പിന്നെ ഈ അടി ചിലപ്പോൾ അച്ഛനോടി ഉണ്ടെങ്കിൽ പിന്നെ കേസ് മൈസൂരിന്റെ അടുത്തോട് റഫർ ചെയ്യും. മൈസൂരിന്റെ അടുത്ത് കുഴപ്പമില്ല, എല്ലാവരും വെറുതെ വരും. പക്ഷെ ഈ ആദ്യമത്തെ അടി കിട്ടുക അതിപ്പോ അച്ഛനോട് ഇല്ലെങ്കിൽ ചങ്ങനെ പ്രശ്നമായി.
ഇത് എന്നാ പറഞ്ഞാലും അങ്ങ് വരിക, കണ്ടിട്ട് വരിക, ചെറിയ തിരിച്ചു പോവുക. അപ്പൊ ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അമ്മ ഇത് ഞാൻ എന്നാ കാണിച്ചില്ല, അല്ലെ ചുമ്മാ നോക്കിയിരുന്ന ഞങ്ങൾ ദിവസം കൊച്ചു ചോദിക്കും എന്നെ അധികത്തായിട്ട് കണ്ടോട്ട് നിന്നൊക്കെ മാറിയിരിക്കും, ഇതെല്ലാം കഴിഞ്ഞ ചോദിക്കുന്നു ചോദിച്ചു. അപ്പം അമ്മ അങ്ങനെ അത്ര ബിസി ആണെങ്കിൽ പോലും വന്നു, ഇത് ചെയ്തു, കേസ് ഫോൺ ചെയ്തു, പോയി. ഇനി ചിലപ്പോഴൊക്കെ ഞാൻ അധികം ദീർഘിക്കുമെന്ന് അറിയാമോ, ഈ 10 പേർക്ക് വേണ്ടി സംസാരിക്കണതാണ്, ഞാൻ അധികം പറയുന്നില്ല. ചിലപ്പോഴൊക്കെ രാത്രി വൈകുന്നേരം 8 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, 8 അല്ലെങ്കിൽ 8 മാത്രം. ഞാനൊക്കെ ഞങ്ങളുടെ അവിടെയുള്ള കവലെ പോയി ആരെങ്കിലും ആയിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കണം, വലിയ കുതിരകളൊന്നും ചുമ്മാ ഇങ്ങനെ നന്നാക്കി പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് നോക്കുമ്പോൾ കേട്ടാൽ ചട്ടിപ്പിട്ടേ ഓടി വീട്ടിൽ വരുമ്പോൾ അവിടെ ഓൾറെഡി പ്രാർത്ഥന തുടങ്ങി. പിന്നെ ചെയ്യാമെന്ന് ചെയ്തിട്ട് നടുക്ക് കയറി ഇരുന്നത് ഉറക്കാനും ചെല്ലുക, എല്ലാവരും കേട്ടോടെ ഞാനും വന്നു കൂടി ഒട്ടാനും മുട്ടുക. ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന ചെയ്യുമ്പോൾ അമ്മ പറയും, നിങ്ങൾ എവിടെയാണെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടോ, ഇവരെവിടെയായിരുന്നു, ഒന്നും ഇടുന്നില്ല. ചുരുള കഴിയുമ്പോൾ അമ്മ ചോദിക്കും, നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞു, ഇവരെയൊന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടോ. അപ്പം പുള്ളിക്ക് പിന്നെ ഒന്നും, അപ്പൊ അവിടെ കേസൊക്കെ റെഫർ ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, ഇവിടെ നിന്ന് അടി കിട്ടിയല്ലോ, പിന്നെ അവിടെ നിന്ന് സാധാരണഗതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും വിടാറുന്നില്ല. അപ്പൊ അവസാനം ചോദിക്കും, എടാ നീ വന്നാണ് അവിടെ പോയിരിക്കും, നീ എവിടെയായിരുന്നു, ഒന്നും വിടുന്നത്. കുറച്ചേരം പറഞ്ഞു, എന്തിനാണ് ഇത് എഴുതി കിടക്കുന്നത്, ഇവിടെ വല്ല പണിയും ചെയ്യാന്നല്ലേ, ആ പശുവിന് കച്ചുകൊടുക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഓടാ. ആ ഇവിടെ കേസ് തീർന്നു, അവിടെ തിരിച്ചു വിട്ടു. അന്നേരം അമ്മയ്ക്ക് തകട, അവരിട്ടാണ്ട് കൊടുക്കാറുള്ളതിന് പകരം ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അമ്മയുടെ രീതി അനുസരിച്ച് പിടിച്ച ഉടനെ കണ്ടു കൊടുക്കുക, കേസ് തീർന്നതിന് വിടുക. ഇനി അമ്മ, ഞങ്ങളുടെ അമ്മയെ പറ്റി പറഞ്ഞ അമ്മ എല്ലാ പിള്ളേരും ഒരുപോലെ ഒരു വ്യത്യാസമില്ല. അത് പലപ്പോഴും വലുതായിട്ട് ഞങ്ങളൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ ഈ 11 പിള്ളേർക്കും ഒരേ ലെവലാണ്. അതായത് ചെറുത് വലുത് പോകുന്നുണ്ട്, എല്ലാവർക്കും ഒരുപോലെ. ചിലപ്പോഴൊക്കെ ഈ അരിയും കൊണ്ട് മുണ്ടയുണ്ടാക്കാനകത്ത് ചക്കരയുടെ കാര്യം രണ്ടുണ്ടാവും. ഞങ്ങളുടെ കൊച്ചിന് 2 വയസ്സുള്ളൂ. ഇപ്പൊ പറയുന്ന ലൗസ്യമുണ്ട്, ഇവർക്ക് 2 വയസ്സുള്ളൂ, അവർക്കും 2 ഉണ്ടാകും. ഏറ്റവും മൂത്ത് ചേട്ടന് 2 ഉണ്ടാകും, എനിക്ക് 2 ഉണ്ടാകും, അച്ഛന് 2 ഉണ്ടാകും. അപ്പൊ അതിൽ അച്ഛൻ ഓടനെ തിന്നോളൂ. അന്നേരം അച്ഛൻ പറയും, ആ കൊച്ചിന് വീണ്ടും അവധി ഓടുണ്ടാകും. അവസാനം ഞങ്ങളുടെ ഏറ്റവും കൊച്ചിന് 3 ഉണ്ടാകും, ഞാൻ 2. അന്നത്തെ ഭക്ഷണം കുറഞ്ഞു പോയതെന്ന് അറിയാമല്ലോ. ഞങ്ങൾക്ക് 3 ഇപ്പൊ ഇച്ചിരി വയറുണ്ട്, അത് കാരണം അന്നത്തെ ഞങ്ങളുടെ 3 ബുദ്ധി കുറച്ച് കുറഞ്ഞു പോയി, പിള്ളേരൊക്കെ ഇപ്പൊ ബുദ്ധി കിട്ടും. അപ്പൊ അമ്മ എല്ലാവർക്കും ഊരിപ്പോയി. അപ്പൊ ഈ പിള്ളേർ വലിയ അത് അവരുടെ കാര്യം മാത്രം നോക്കിയാണ് ഒരുപോലെ. അപ്പൊ മൂത്തനാണെങ്കിലും ചെറുതാണെങ്കിലും എല്ലാവരും ഊരിപോലെ. അതിന്റെ ഇപ്പോഴും ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് എല്ലാവരും ഊരിപോലെ ഉള്ള ഒരു കുട്ടിയാണ്. ഇനി അമ്മയ്ക്ക് ഒരിക്കലും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്, ഞാൻ പ്രത്യേകം പറയുന്നത്. പിള്ളേര് വേദനിക്കുന്നത് അമ്മയ്ക്ക് വലിയ ഇതില്ല. കാര്യം അടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അടിക്കുന്നതിന് പിള്ളേര് വേദനിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അവരെ ഒരു ബുദ്ധിമുട്ട് സങ്കടപ്പെടുത്താനുള്ള വരുന്നത്. കാരണം പറഞ്ഞാൽ 1-2 വിധങ്ങളുണ്ട്. പെട്ടെന്ന് പറഞ്ഞ് എനിക്കൊരു 10 ചേട്ടന് 12. ചേട്ടന് പറഞ്ഞ ജോലി പറ്റത്തില്ല, 10-12 പറ്റും. ഒരു ദിവസം ഉച്ചയ്ക്ക് വെണ്ടയ്ക്ക കറി വെച്ചാൽ ഈ വെണ്ടയ്ക്ക ചാറ് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി എണ്ണ പോലെ. വീട്ടിലെല്ലാവരും ചോറുണ്ട്. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞു, ഇന്ന് വെണ്ടയ്ക്ക നിന്നെ കൂടാവോ, നമുക്ക് 3 ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങളുടെ കൂടിയല്ലോ. അപ്പൊ ഞങ്ങൾ 2 ഇഷ്ടമായിട്ട് നിന്ന് ഞങ്ങൾ ചോറുന്നില്ല. ഈ വെണ്ടയ്ക്കയും പയർ തോരനും മോരും ഒക്കെ ഉള്ളൂ, ഞങ്ങൾ കൊണ്ടുവന്നില്ല. ഈ വെണ്ടയ്ക്ക കൂട്ടി പുള്ളി ചാടിക്കറി പറഞ്ഞു, വെണ്ടയ്ക്ക ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ലെങ്കിൽ ഉണ്ടണം, കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് കൊടുത്തു, കിച്ചൺ ക്ലോസ് ചെയ്തു.
പറഞ്ഞു ഞാൻ പോയിരുന്നാൽ പോകും നിൽക്കില്ല ശകലം നീക്കി എന്തെങ്കിലും വഴി അങ്ങനെ ഉണ്ടാക്കും 1:30 ആയപ്പോഴത്തേനും അമ്മ ചോദിച്ചു ആരെങ്കിലും ഉള്ളാൻ പറ്റുന്നത് ഇല്ല അങ്ങനെ പോയത് 2 ആയപ്പം അമ്മ പറഞ്ഞു വാ ഇച്ചിരി ഉണക്കമീൻ എണ്ണയ്ക്ക് അതിട്ട് വറുത്ത് 2 പേർ കൂടെ തന്ന് ഇനി ഈ പണിയുടെ നടക്കില്ല കേട്ടോ പിള്ളേർക്ക് എന്താ പിള്ളേർ വിശക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ഞാനങ്ങനെ കൊടുക്കില്ല പക്ഷെ അമ്മ ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ പതിയെ സംഗതി ചെയ്യും. അത് എപ്പോഴായാലും അമ്മയ്ക്ക് ഒരു പ്രയാസത്തിന്റെ ഇതിലേക്ക് പിള്ളേരെ ഒരിക്കലും വിടിയില്ല. ഇനി അമ്മയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മാതാപിതാക്കന്മാർ, അതായത് അമ്മയുടെ അച്ചായൻ്റെ അമ്മ അപ്പൻ, അവരെയൊക്കെ കാര്യമായിട്ട് തീരുമാനിച്ചിരുന്നു. അതായത് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തറവാട്ടിലാണ് അപ്പനെന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രത്യേകത ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീതം അവിടെ കൊണ്ടുവന്നു. ഞങ്ങളുടെ വലിയ അച്ചായൻ്റെ അമ്മയുടെ അവസാന കാലങ്ങളിൽ തറവാട്ടിലായിരുന്നെങ്കിലും അമ്മ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുവന്നു 2-3 കൊല്ലം നിർത്തി അവസാന കാലങ്ങളിൽ കിടക്കിടക്കൊക്കെ ആക്കും. പിന്നെ ഏറ്റവും ഒടുക്കത്തെ ഒരു 3 മാസം മുമ്പ് ഞങ്ങളുടെ അപ്പം തറവാട്ടിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ വലിയ മതി. കാരണം അവരെ എന്നും അമ്മ കാര്യമായി തന്നെ ചെയ്തത്. ഇനി അമ്മയ്ക്ക് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ അമ്മയുടെ സഹോദരി സഹോദരന്മാരാണ്, അമ്മയുടെ ആങ്ങളമാരാണ്. അമ്മയുടെ ആങ്ങളമാരെന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര പ്രൗഡാണ്, അവരോട് ഭയങ്കര സ്നേഹവും അവർ. അതായത് അമ്മയുടെ മൂത്ത ഞങ്ങൾ കുരിയച്ചൻ വരുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വലിയ വരുന്നതാണ്. കാരണം കുരിയച്ചൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കോഴിയെ കൊല്ലും മീനുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിന് സന്തോഷം. പുള്ളി വന്നാലും ഭയങ്കര സന്തോഷം, എല്ലാവരും പറയത്തില്ല. പുള്ളിക്കാരൻ അതുപോലെ അമ്മയോട് അതുപോലെ തന്നെയാണ്. പുള്ളി എന്തെങ്കിലും പ്രത്യേകതയായിട്ട് ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീതം അമ്മയ്ക്ക് കൊടുക്കാതെ പുള്ളി പോകുന്നത്. പിന്നെയുള്ള അച്ഛനാണ്. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അമ്മയ്ക്ക് 2 കുഴപ്പം പോകാം. ഈ അച്ഛനെ പിന്നെ ഒരു കുഴപ്പമുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാൻ പുള്ളി നേരെ പുള്ളിയിൽ ഓടി വരും. ഒരു കാപ്പി കൊടുക്കാൻ പറ്റിയെങ്കിലായിട്ടില്ല. ഇനി 8 മണി കഴിഞ്ഞാൽ വരുന്നത് വേറെടുത്തു കയ്യെടുത്തു കഞ്ഞിയുടെ കയ്യെടുത്തു വേറെടുത്തു ഇത് കുറിച്ചു ചായപ്പണി എനിക്ക് ആടിനെ പോകും പ്രകടനം പോകും വേറെടുത്തു. പിന്നെ ഇത്ര ധൃതിയാണെങ്കിൽ പിന്നെ ഉടനെ ഞാൻ കഴിച്ചിട്ട് പോയപ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കാറ് പുള്ളി ഇങ്ങനെ വല്ലപ്പോഴും കുഞ്ഞാനും വന്നുപോകും. പിന്നെ കുഞ്ഞച്ചൻ ഇവിടെ ഇരിക്കുന്ന മാത്യു വെള്ളിയാൻ, ഈ മാത്യു വെള്ളിയാനെ പുള്ളിക്കാരത്തെ കണ്ടിരിക്കുന്നത് കൊച്ചു പുള്ളിയുടെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മക്കളുടെ പ്രായത്തില. കാരണം ഞങ്ങളുടെ വീട്ടില് കാരണം പുള്ളിയുടെ തന്നെ ഞങ്ങളൊക്കെ കിട്ടുന്ന അടി പുള്ളിക്ക് കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഞങ്ങളുടെ മുറിയുടെ പെരയുടെ നടുക്ക് ഒരു മുറിയുണ്ട്. ആ മുറിയിൽ ഒരു ഊഞ്ഞ ഊഞ്ഞ ഒരു കട്ടിൽ ഞങ്ങൾ 4 വശത്തുനിന്നും ഒരു ചങ്ങല കെട്ടി ഇതിങ്ങനെ നോക്കിയിട്ടിരിക്കുക. ഇവിടെ കയറി ഇരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് തല്ലിയൊക്കെ ആടി ചെന്ന് നേരെ ഭിത്തിയിട്ടിരിക്കും. പിന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും ഇരിക്കും. ഇപ്പൊ ഞാനും ജോലിച്ചേട്ടനും കുഞ്ഞച്ചനും കൂടെ ഈ കട്ടിലായിരുന്നു ഓർമ്മശി കേട്ടാണ് ആടുക. അത് ഭിത്തിയിൽ ഇരിക്കുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞപ്പം അടുക്കളയിൽ നിന്ന് കാലിച്ചു കേൾക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒച്ചയായിട്ട് അറിയാം പോലീസ് വരുന്നത് അടുക്കളയിൽ. ഞങ്ങൾ 2 പേരൊക്കെ ഓടി ഇപ്പോൾ ഇങ്ങനെ ആർക്കും കിട്ടി താമസിക്കണം. അപ്പൊ പുള്ളി ചോദിച്ചു അവന്മാര് ആട്ടിയത് എന്നെയില്ലത് അവന്മാരെ പിന്നെ വിളിച്ചോളാം അത് തീർന്നു. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു പുള്ളി കുറേ കിട്ടി പുള്ളി പോയി. അപ്പൊ പുള്ളിക്ക് പേടിയാ അന്നേരം പേടിയാണ് കുതിരകരച്ച് അടി കിട്ടുന്നത്. പിന്നെ അമ്മ ഒരു നല്ല ഭാര്യയായിരുന്നു. ഞങ്ങളുടെ അച്ചായന്റെ എല്ലാ ആവശ്യങ്ങളും എപ്പോഴും എന്ത് ആവശ്യമുണ്ടെങ്കിലും അമ്മ അതെല്ലാം ചെയ്തു. കാരണം പിന്നെ അമ്മയുടെ അച്ചായന്റെ വസ്ത്രങ്ങൾ ഇതൊന്നും അച്ചായന്റെ പരിപാടിയില്ല, ഇതെല്ലാം അമ്മ എടുത്തു കൊടുത്ത് അതുപോലെ ഞാൻ പറഞ്ഞ ഒരു നല്ല ഭാര്യയായിട്ട് ചെയ്തിരുന്നു. ഇനി പണ്ടാരണ്ട് പറഞ്ഞ പോലെ പണ്ടാരണ്ട് പാടിയിട്ടുണ്ട്, അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ. ഞങ്ങളുടെ അമ്മയുടെ കോവില് അമ്മയെ ദൈവമായി കണക്കാക്കുകയും അല്ലെങ്കിൽ ഒരു കോവിലായി പ്രതിഷ്ഠിക്കുകയും ആ അമ്മയ്ക്ക്
വേണ്ട എല്ലാം ചെയ്ത് അമ്മയുടെ കഴിഞ്ഞ 1.5-2 വർഷത്തോളം അമ്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്ത ജെയ്മിയും ജെസിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹവും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം കഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജോസിയെ അമ്മയ്ക്ക് ഏറ്റവും ഞാൻ മറ്റു മക്കളെ ആരെയും അറിയില്ലെന്നല്ല കൂട്ടത്തിൽ ജോസി എപ്പോഴും അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ജോസുമോളെ ഇവള് എപ്പോഴും അമ്മയുടെ കൂട്ടത്തിൽ കിടക്കാനും അമ്മയെ ചെയ്യാനും ഞാൻ പറഞ്ഞ ഒരു ടീനേജ് പിള്ളേരുടെ ഇതൊന്നുമല്ലായിരുന്നു. അമ്മയെ അത്രയ്ക്ക് അവക്കും കാര്യമായിരുന്നു, അവക്കും അമ്മയെ കാര്യമായിരുന്നു. ഇനി അവസാനമായിട്ട് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ അമ്മയുടെ കൂട്ടത്തിൽ ജീവിച്ചവരും അമ്മ കൂട്ടത്തിൽ താമസിച്ചവരും അമ്മയെ അറിയുന്നവരും നാട്ടുകാരും മക്കളും മരുമക്കളും ബന്ധുക്കളും എല്ലാവരോടും കൂടി എനിക്ക് പ്രത്യേക എൻ്റെതായ ഒരു അപേക്ഷ. ഞങ്ങളുടെ അമ്മ വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പറഞ്ഞു പോയോ ഈ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയോട് പൊറുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ തന്നെ അലക്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് വെളിയാൻ വട്ടപ്പുറമ്പിൽ ചാണ്ടിയുടെയും മറിയാമ്മയുടെയും ആദ്യ പുത്രിയാണ് എൻ്റെ പെങ്ങൾ അന്നമ്മ. ആദ്യ വർഷത്തിന് പിൻപേ 9 മക്കൾ കൂടി ജനിച്ചു. അതിൽ 5 കുട്ടികൾ 5 വയസ്സിന് താഴെ വെച്ച് മരിച്ചുപോയി. എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മച്ചി തമാശയായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ദൈവം പാതി ഞാൻ പാതി, ദൈവത്തിൻ്റെ പാതി ദൈവം നേരത്തെ എടുത്തു. ബാക്കിയുള്ളവർ എൻ്റെ വലിയേട്ടൻ കുര്യച്ചൻ വെളിയൻ 24 വർഷങ്ങൾക്ക് മുമ്പ് നിര്യാതനായി. അടുത്ത സഹോദരൻ മോൺസിഞ്ഞോർ ജേക്കബ് വെളിയാൻ കോട്ടയത്ത് വിശ്രമത്തിലും നയിക്കുന്നു. എൻ്റെ അടുത്ത സഹോദരി സിസ്റ്റർ ഡെനീസ് അധ്യാപികയായി റിട്ടയർ ചെയ്ത് ഇപ്പോൾ സെന്റ് ജോസഫ് കോൺവെന്റിൽ നിർത്താറാണ്. ഞാൻ ഏറ്റവും ഇളയ സഹോദരനാണ്. പെങ്ങളുടെ വിദ്യാഭ്യാസം കുറച്ച് CMS സ്കൂളിലായിരുന്നു. ഞങ്ങളുടെ അളിയൻ കോട്ടയം മളുശ്ശേരിയിൽ കൊട്ടറ അവളാച്ചൻ. സൈന്യശീലനും സ്നേഹസമ്പന്നനും ഉദാര മനസ്സിന്റെ ഉടമയുമാണ് ഞങ്ങളെ അളിയൻ. 10 മക്കളെ പ്രസവിച്ച് ഞങ്ങളുടെ അമ്മച്ചി വട്ടപ്പറമ്പിൽ മകനെ കടത്തിവെട്ടിയാണ് പെങ്ങൾ 11 മക്കൾക്ക് ജന്മം നൽകിയത്. വലിയേട്ടൻ അമ്മച്ചിയെയും പെങ്ങളെയും പറ്റി ഒരുപാട് തമാശകൾ പറയാറുണ്ടായിരുന്നു. അതിലൊന്ന് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നു. പെങ്ങൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മീ ടു. അപ്പം വലിയേട്ടൻ എന്നെ പറഞ്ഞ് ഞാൻ കൈയാറുണ്ട്, അത് നിന്റെ കാര്യമാണ് പറഞ്ഞത്. 11 മക്കളെ വളർത്തിയെടുത്ത പെങ്ങൾക്ക് സഹായകരമായത് ദൈർഘ്യമുള്ള കൈകാലുകളും ഗാംഭീര്യമായ ശബ്ദഗാംഭീര്യവുമായിരുന്നു. പെങ്ങളെ കൽപ്പിച്ച് പിടിവിട്ട് പിള്ളേരുടെ പുറകെ ഓടാൻ ഇത് വളരെ സഹായിക്കും. ഞാൻ ഇപ്പോഴും ഇന്നെന്ന പോലെ ഓർക്കുന്നു, ജോയിയുടെയും അലക്സിന്റെയും പുറകെ പെങ്ങൾ ഓടിയപ്പോൾ അവരെ കിട്ടാത്ത ദേഷ്യത്തിന് ആ അടി എനിക്ക് ഓർമ്മയിലേക്ക്. പിന്നീടൊക്കെ അവർ ഓടുമ്പോൾ അടി കിട്ടാതിരിക്കുവാൻ ഞാൻ അവരുടെ കൂടെ ഓടും. എനിക്ക് പെങ്ങൾ എൻ്റെ ഒരു അമ്മയെ കൂടെ വന്നതാണ്. അമ്മയുടെ സ്ഥാനമാണ് എൻ്റെ പെങ്ങൾക്ക്.
അളിയനും പെങ്ങളും ജീവിത സായാഹ്നത്തിൽ അമേരിക്കയിൽ വന്ന് മക്കളുടെ കൂടെ താമസിക്കുവാനും കൊച്ചുമക്കളെയും കുഞ്ഞുമക്കളെയും താലോലിക്കുവാനുള്ള അവസരം കിട്ടി. അതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയും. പ്രായത്തിന്റെ ആധിക്യം അനുഭവിച്ച അവസാന കാലങ്ങളിൽ മകൾ ജെസിയുടെയും മരുമകൻ ജെയിമിയുടെയും കൂടെ ഒപ്പമായിരുന്നു. അളിയൻ പെങ്ങൾക്ക് എന്തും താങ്ങും തണലും ആയിരുന്നു. കൂടുതൽ കരുതും ശുശ്രൂഷയും സ്നേഹവും എപ്പോഴും പെങ്ങൾക്ക് നൽകിയിരുന്നു. അങ്ങനെ ആ നീണ്ട 73 വർഷം വിവാഹ ജീവിതം ദൈവം അവർക്ക് കരുതി നൽകിയ ഒരു ദൈവാനുഗ്രഹമാണ്. പെങ്ങൾ മക്കൾക്ക് നൽകിയ ആ സ്നേഹവും വാത്സല്യവും അത് നിഷ്കളങ്കമായി ജെയിമിയിൽ നിന്നും ജെസിയിൽ നിന്നും അനുഭവിച്ച കാലമായിരുന്നു അവരുടെ കൂടെയുള്ള പെങ്ങളുടെ ജീവിതം. ജെയിമി പെങ്ങളെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കണ്ടത്. മുടങ്ങാതെ രാവിലെ കമ്പനിയിൽ പോകുന്നതിന് മുൻപ് കാപ്പി അടത്തി തലോടി ഉമ്മ വെച്ച് കാപ്പി കുടിപ്പിച്ചിട്ടേ കമ്പനിയിലേക്ക് പോകുകയുണ്ടായിരുന്നു. ഇത് പെങ്ങൾക്ക് വളരെ ഇമ്പമുള്ള കാര്യമായിരുന്നു. അതിനുവേണ്ടി ജെയിമി വരുന്നത് നോക്കി കാത്തിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ കുടുംബാംഗം എന്ന നിലയിൽ ഞാൻ ജെയിമിയോടും ജെസിയോടും നിസ്സമമായ നന്ദി അറിയിക്കുകയാണ്. 1.5 മാസമായി പെങ്ങൾക്ക് അറിയാവുന്നതും പെങ്ങളെ അറിയുന്നതുമായ ആനിയമ്മ വാക്കച്ചറിയിൽ പെങ്ങളോടൊപ്പം 24 മണിക്കൂറും ഉണ്ടായിരുന്നു. ആനിയമ്മയുടെ ഈ നിസ്വാർത്ഥമായ സ്നേഹത്തിനും സേവനത്തിനും നന്ദി. നല്ലൊരു ഭാര്യ, സ്നേഹസമ്പന്നനായ കുടുംബിനി, വാത്സല്യമുള്ള മാതാവ്, അകമൊഴിഞ്ഞ് കരുതലുള്ള സഹോദരി എന്നീ നിലകളിൽ പെങ്ങൾ ഈ ജീവിതയാത്ര വിജയകരമായി നയിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ഇവിടെ അസന്നിഗ്ധരായ കൊച്ചേട്ടന്റെയും ചേച്ചിയുടെയും സ്നേഹത്തിന്റെ ചുംബനങ്ങൾ നൽകിക്കൊണ്ട് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന അച്ചായ ബഹുമാനപ്പെട്ട വൈദികരെ, മക്കളെ, കൊച്ചുമക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനത്താൽ ക്രിസ്തുയേശുവിന്റെ നിലവിലുള്ള നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസമുള്ളതാണ്. കഴിഞ്ഞ നാളുകളിൽ അമ്മച്ചി ബുദ്ധിമുട്ടാതെ പ്രയാസപ്പെടാതെ നയിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും, എന്നാൽ ഈ പെട്ടെന്നുള്ളൊരു മരണം അപ്രതീക്ഷിതമായ ഒരു മരണമായി അംഗീകരിക്കുവാൻ പ്രയാസമായ ഒരു അവസര സാഹചര്യങ്ങളുണ്ടായി. എന്നാൽ അത് അനുഗ്രഹവും സന്തോഷവുമായിരുന്നു. കൂടുതൽ വേദനകളെ പ്രയാസങ്ങളില്ലാതെ അമ്മച്ചി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ അച്ഛനെ സംബന്ധിച്ചോളം എൻ്റെ ജീവിത പങ്കാളി, കൂട്ടുകാരി, മക്കൾക്ക് അമ്മ, അവര് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ മാനുഷികമായി ദുഃഖങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള് സ്വാഭാവികമാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, അതുകൊണ്ട് പ്രിയമുള്ളവര് കിട്ടുന്ന അവസരങ്ങൾ ലോകത്തില് നമ്മള് ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാൽ നിത്യതയിൽ നമ്മൾ എത്തുമോ എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ ആ ജീവിത രീതിയില് ദൈവത്തിന്റെ പ്ലാനില് ഉള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കുക, എനിക്കിതാണ് നിങ്ങളോട് പറയുവാനുള്ളത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും, ഞാൻ ഈ നിലവാരത്തിലൊക്കെയാണോ, അല്ലെങ്കിൽ ഈ ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞുപോകും, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രം നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് കുടുംബാംഗങ്ങളോട് ഒരിക്കൽ കൂടി അതിന്റെ സ്തോത്രം, എന്റെ ദുഃഖം അറിയിക്കുകയും അതിന്റെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും കഴിയാക്കുവാൻ സാഹചര്യവും അവസരവും നൽകിയതിന് നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം
thank you for joining us in this celebration of Amachi's life. Of her 27 grandchildren, 23 of us are here tonight and have the honor and privilege of sharing our memories and experiences of Amachi. Unfortunately, my youngest brother Arun is not able to join us, and Amachi's oldest grandchildren, who live in Australia, Pune, Ananda Chechi, Anu Chadai, and Anand Chadai, are not able to join us tonight. A diamond is among the most precious gems on earth. What makes a diamond so valuable is its strength and how brilliantly it shines. A shine that comes from its reflection of light, a reflection that comes from the many facets or faces of the diamond. Like a diamond, Amachi shone brilliantly and had many facets and qualities to her. We've heard a few of them already, and you'll hear, I think, common themes throughout the night. To name just a few of those many facets, she was strong, financially very smart, always practical. She loved her family, she loved to laugh, and she loved the company of others. She was the backbone of the family. She raised 11 kids in a time without running water, indoor plumbing, electricity, something that our generation can't really imagine having to do. She managed her family finances and always made sure that there was enough set aside to pay tuition for her children. She was a planner. She planned for the future. And she had the strength to manage to raise such a large family, no small feat. And like Alex Uncle and Punichin had mentioned, in order to do so, she had to rule with an iron fist. I know when I was a kid, when Chechi and I were younger, and Arun, we were pretty scared of her. And she had a pretty strong, pretty fierce game face when she beat too. As practical as how she was, she also loved to spend time with people in person and also over the phone. She was the backbone of the family, but as the matriarch, she was also the information hub. So she always knew everything that was going on with everybody. Sometimes before those people knew what was going on themselves. And that wasn't a small feat. Again, considering the size of the family and how far apart everyone was spread. She loved joking. She loved telling stories. And I think most everybody here, especially the family, that those of you who know our family, know that's been passed down through the generations. Our cousins, we always like to get together and spend time in person and share those special times together, just like our parents do, and just like Amachi and and now through some of the more advanced means of communication, Chechi mentioned cousins being spread out throughout the globe. We're able to keep in touch, places as far away as Pune, Portland, Australia, New York, Los Angeles. As Ajman said, as Ajman mentioned, Amachi passed down her laugh and her love of laughter. And as Ajman mentioned, everyone knows that laughter. I remember we were at a party late at night on a Saturday night. It was always late at night on a Saturday night. And I think it was Marilyn and Jocelyn and I were walking around an apartment complex. We must have been 4, 5, 6 buildings away from the apartment where everybody else was. And from that distance, we could recognize and identify Kunichin's laughter, Lao Sandy's laughter, Mummy's laughter, and all of that came because Amachi laughed. She laughed at everything. This past year has been very challenging for her, very difficult for her. And she could dish it out. But the thing that was amazing was that her children and her grandchildren dished it right back. And she would laugh. So despite the pain and despite what her last year was like, she kept with her laughter
And that laughter was among her most amazing legacies. We will miss Amachi, we will miss her laughter, but we know that she left this earth as peacefully as anyone could hope for, and that she is in a better place.